ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് നമ്മൾ രാവിലത്തെ നമ്മുടെ കിച്ചണിലുള്ള തിക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഒക്കെയാണ് കാണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ രാവിലത്തെ തിരക്കെന്ന് പറയുന്നത് ഞാൻ ഇന്ന് നമ്മുടെ പൊതിച്ചോറ് ഒന്ന് കെട്ടാമെന്ന് വേണം വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പൊതിച്ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് മുട്ട അപ്പം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ സവാള, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് അതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ സവാളയുടെ മിക്സും കൂടെ അതിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. അതിനുശേഷം കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ അപ്പം ഉണ്ടാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ അപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് പൊതിച്ചോറിനുള്ള ഇല ഇവിടെ വാട്ടിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പൊതിച്ചോറിലേക്ക് നമ്മൾ ഇന്ന് കൂർക്ക മെഴുക്ക് പുരട്ടി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട അപ്പം ഉണ്ടാക്കിയ ചീഞ്ചട്ടിയിൽ തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കൂർക്കയ്ക്കുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പം അതിന് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ട് അതുപോലെ ഞാനിവിടെ കുത്തുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അധികം ഉടയാത്ത രീതിയിൽ വേണം നമ്മുടെ കൂർക്കെടുക്കാനായിട്ട്. ഇത് കാച്ചി കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ, ഉടയാത്ത രീതിയിൽ. അപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്ക് പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇല വാട്ടിയെടുത്തതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോറ്, അതുപോലെ നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി വെച്ചു. അതുപോലെ നമ്മൾ നമ്മുടെ മാങ്ങയും ചുവന്നുള്ളിയും നാളികേരവും കൂടെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും ഉപ്പിലിട്ട നെല്ലിക്കും മുട്ട അപ്പം ഉണ്ടാക്കിയതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പൊതിച്ചോറ് റെഡിയാക്കി അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചണിലത്തെ അവസ്ഥ പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ് കിച്ചൺ ക്ലീൻ ആക്കുക എന്നുള്ളത്. കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം, അപ്പോഴാണ് ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ പൊതിച്ചോറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ കറി വെച്ചതും മുട്ട അപ്പം ഉണ്ടാക്കിയത് എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് കാണുമ്പോണ്ടല്ലോ മനസ്സിനൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എടുത്ത പണിയെടുത്ത് വയ്യാണ്ടായ ക്ഷീണം അതൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നമ്മുടെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് നോക്കി നോക്കും കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് നോക്കുമ്പോഴേ നമുക്ക് ഇത്രയും നേരം നമ്മൾ ഈ ഓടിപ്പടഞ്ഞ് എല്ലാ പണിയും ചെയ്ത് ആ പണി ചെയ്തതിൻ്റെ ടെൻഷനും ആ ഒരു ദേഷ്യവും വിഷമവും അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു സിമ്പിൾ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.